നമുക്ക് ഏതായാലും ഒന്ന് സെയിൻസിന്റെ കഥ അല്ലെങ്കിൽ സെയിൻസിന്റെ ഒരു വളർച്ച, സെയിൻസിന്റെ സ്റ്റോറി ഒക്കെ കേൾക്കാം. അപ്പൊ ഇടാൻ സാറേ, നമുക്ക് സെയിൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ജനനം എവിടെയാണ്? എങ്ങനെയാണ് നിങ്ങളൊരു ബിസിനസ്സുകാരനിലേക്ക് വരുന്നത്? സെയിൻസിന്റെ ജനനം എവിടെയാണ്? സെയിൻസിന്റെ ജനനം ആക്ച്വലി എന്റെ ഫാദർ മരണപ്പെട്ടതിന് ശേഷം ഇവിടെ നാട്ടിൽ ആളില്ലാത്തൊരു അവസ്ഥ വന്നപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇവിടെ ചെർപ്പുളശ്ശേരി ഭാഗത്തുള്ള ആളുകൾക്ക് ഇതിന് കണ്ണിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ഇവിടെ ഇല്ല നമ്മൾ മനസ്സിലാക്കുകയും അപ്പൊ ആ ഒരു പെയിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലേക്കാണ് ഒരു ക്ലിനിക്കായിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഫീൽഡിലോട്ട് നമുക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം. ഐ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിലേക്ക് ശരിക്കും അതിന് മുൻപ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഐ ക്ലിനിക്, ഐ കെയറിലേക്ക് വരാനുള്ള കാര്യം? ആക്ച്വലി നമ്മുടെ ഒരു ബിൽഡിംഗ് വേറൊരാൾ വാടകയ്ക്ക് ചോദിച്ചു വന്നിരുന്നു. അതൊരു ഐ ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അദ്ദേഹം നമ്മളോട് ഇതിന്റെ ഒരു പ്രൊജക്ട് കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് പാർട്ണർഷിപ്പ് കൂടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു അദ്ദേഹത്തിനോട്. അപ്പോൾ അത് നമ്മളൊരു ചീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം തന്നത്. അപ്പൊ അദ്ദേഹം നമ്മളെ മുതലെടുക്കാന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പൊ ആ സംഭവം ഉപേക്ഷിച്ചു. ശേഷമാണ് എന്റെ ഫാദർ മരിക്കുന്നത്. അതെ, അപ്പൊ ഞങ്ങൾ 3 ബ്രദേഴ്സാണുള്ളത്. ഞങ്ങൾ 3 പേര് ഖത്തറിലായിരുന്നു അവിടെ. അപ്പൊ ഇവിടെ നാട്ടിൽ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആണ്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു ബിൽഡിംഗ് നമുക്ക് ഓൾറെഡി സ്വന്തമായ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇത് നമുക്ക് വർക്ക്ഔട്ട് ആക്കിക്കൂടാ എന്നുള്ള ഇതിലേക്ക് വന്നിട്ടാണ് അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങുന്നത്, ഐ ഹോസ്പിറ്റലിലേക്ക് തുടങ്ങുന്നത്. എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മേഖല പരിചയമില്ലാത്ത മേഖലയാണ്. നിങ്ങളൊരു ഡോക്ടറല്ല, നിങ്ങളൊരു ഒഫ്തൽമോളജിസ്റ്റ് അല്ല, അതുപോലെ തന്നെ ഒപ്റ്റിക്കലുമായി ബന്ധപ്പെട്ട് പരിചയങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മെഡിക്കൽ ഫീൽഡുമായിട്ട് ഒരാള് ഒരു ഐ കെയർ മേഖലയിലേക്ക് വരുമ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? നമ്മൾ ഇത് പറഞ്ഞല്ലോ, ഈ ഒരു സാഹചര്യത്തിലാണ്, നേരത്തെ പറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പൊ തുടങ്ങി നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. ഏതാണ് തുടങ്ങുന്നത് പോലെയാണ് വിചാരിച്ചത് എന്ന് പറയാം. പിന്നെ ഇതിന്റെ പ്രധാന പ്രശ്നം എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പേഷ്യൻസ് ഫ്ലോ ഇതിൽ കൂട്ടണം. പേഷ്യൻസ് ഫ്ലോ കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള റവന്യൂ ജനറേറ്റ് ആവുള്ളൂ, നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഫിറ്റിലേക്ക് എത്തിക്കാനൊക്കെ അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ പ്രധാന വെല്ലുവിളി ഉണ്ടായിരുന്നത് പേഷ്യൻസ് ഫ്ലോ കൂട്ടുക എന്നുള്ളതായിരുന്നു. കാരണം അത് കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. അതായിരുന്നു മേജർ വെല്ലുവിളി. അതിന്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു സെയിൽസ് കൂട്ടുക എന്നുള്ളത്. നമ്മളെ ബിസിനസ് ഭാഷയിൽ പറഞ്ഞാൽ പേഷ്യൻസ് ഫ്ലോ എന്നൊക്കെ പറയുമെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ്. സാധാരണ നിങ്ങൾ എന്താ ശരിക്കും ചെയ്തത്? അതിന് നമ്മള് പിന്നെ ക്യാമ്പുകൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്ത് നോർമലി. അതെ, കാരണം അതൊരു പെട്ടെന്നൊരു ഫ്ലോ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത് പിന്നെ ക്യാമ്പുകൾ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുകൾ കൂട്ടുക എന്നുള്ളതായിരുന്നു. അത് 2 രീതിയിൽ ചെയ്യായിരുന്നു. ഒന്ന് പബ്ലിക് ക്യാമ്പുകളായിട്ടും ചെയ്യും, രണ്ടാമത് ഓഫീസ് ബേസ്ഡ് ക്യാമ്പുകളായിട്ട് ഗവൺമെന്റ് ഓഫീസുകളിൽ, വില്ലേജുകളിൽ, KCBയിൽ അങ്ങനെയുള്ളതിലൊക്കെ പോയിട്ട് നമ്മൾ ക്യാമ്പുകൾ ചെയ്തിട്ട് അതൊരു ബ്രാൻഡിങ് കൂടെ നടക്കുകയും ചെയ്യും. നമുക്കിവിടെ പെട്ടെന്നൊരു ഫ്ലോ കൂട്ടാനും സെയിൽസ് കൂട്ടാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് അങ്ങനെയാണ് ചെയ്തത്. പറയാം. രണ്ടാമതായിട്ട് ചെയ്തത് നമുക്ക് ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയയിലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഇതാകെ തുടങ്ങി. മൂന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ നിന്ന് കൂടുതൽ റെഫറൻസ് കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ സർവീസിനെ ഒന്നും കൂടി ബെറ്റർ ആക്കി ഞങ്ങളുടെ ഫീഡ്ബാക്ക് സിസ്റ്റം കൊണ്ടുവന്നതിൽ. അതായത് ഇന്ന് ഒരു പേഷ്യന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ 4ാമത്തെ ഡേ അവർക്ക് നമ്മൾ ഫീഡ്ബാക്ക് കോൾ ചെയ്യും. 4ാമത്തെ ഡേ ഫീഡ്ബാക്ക് പോകും. അപ്പൊ അവർക്ക് അസുഖം മാറിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ. എന്തുകൊണ്ട് 4ാമത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണ്ണിന്റെ ഒരു അസുഖം വന്ന് അതിന്റെ ഒരു മാറാനുള്ള ഒരു സമയമുണ്ട്, ഒരു മാറ്റം തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ മാറിക്കോണമെന്നില്ല. ഒരു 2 ദിവസമൊക്കെ ഇപ്പോൾ ഒരു റെഡ്നെസ് ഒക്കെ പോലുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കും, ഒരാഴ്ചക്ക് വരെ നീണ്ടു നിൽക്കും. അപ്പൊ ഇതിന്റെ ഒരു സിംറ്റംസ് എങ്ങനെ കുറവുണ്ടോ എന്ന് അറിയാൻ അതാണ് 3 ദിവസം നമ്മൾ സമയം കൊടുത്ത് 4ാമത്തെ ദിവസമായിട്ട് നമ്മളത് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചു. അത് നമുക്ക് കാരണം അങ്ങനത്തെ ഒരു കോള് കാര്യങ്ങൾ മിക്ക ഹോസ്പിറ്റലുകളിൽ കിട്ടാത്തതായിരുന്നു എന്നാണ് പേഷ്യൻസിന്റെ ഒക്കെ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നത്. സോ കസ്റ്റമർ കെയർ ആഫ്റ്റർ സെയിൽ സർവീസ് നിങ്ങൾ നന്നായിട്ട് ചെയ്തു. അതെ, അതാണ് അങ്ങനെ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്.